Proposition 10.9 നമുക്ക് നോക്കാം. If A and B are square matrices of the same size, then trace of AB is equal to trace of BA. അപ്പോൾ എയും ബിയും സ്ക്വയർ മെട്രിസസ് ഓഫ് ദി സെയിം സൈസ് ആണെങ്കിൽ ട്രേസ് എ ബി സി എല്ലോ ട്രേസ് ബി ആണ്. നമുക്ക് നെറ്റിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു റിസൾട്ടാണത്. എയും എ ബിയും ബി എയും ഈക്വൽ ആവണമെന്നില്ല, അത് നമുക്കറിയാം. പക്ഷേ ട്രേസ് അതിൻ്റെ രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. സപ്പോസ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു ഒരു എൻ ബൈ എൻ മെട്രിക്സ് എ ഐസിൻ്റെ മെട്രിക്സ്, ക്യാപിറ്റൽ ബിയും ഒരു എൻ ബൈ എൻ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ബി ജെസിൻ്റെ മെട്രിക്സ്. ദ ജെത്ത് ടേം ഓൺ ദ ഡയഗണൽ ഓഫ് എ ബി ഈക്വൽസ്. അപ്പോൾ ഈ എയും ബിയും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഫസ്റ്റ് കോളം, അതായത് ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? A11 ഇൻറ്റു B11 പ്ലസ് A12 ഇൻറ്റു B21 പ്ലസ് അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജെത്ത് എൻട്രി മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോഴും ഇതിനകത്തുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു ഇതുണ്ട്, അത് നമ്മൾ ജനറലായിട്ട് എഴുതുക. ദ ജെത്ത് ടേം ഓൺ ദ ഡയഗണൽ ഓഫ് എ ബി ഈക്വൽസ് സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n എ ജെ കെ ബി കെ ജെ. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ ഫസ്റ്റ് റോ ഓഫ് എയും ഫസ്റ്റ് കോളം ഓഫ് ബിയും ഞാൻ ഈ പറഞ്ഞ പോലെ എഴുതി നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകും. സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n എ ജെ കെ ബി കെ ജെ. അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രൂഫിൽ പറഞ്ഞിട്ടുള്ളതാണെന്ന് എൻ്റെ വിശ്വാസം. ദസ് ട്രേസ് ഓഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സമ്മേഷൻ. അപ്പോൾ ഡയഗണൽ എൻട്രീസ് സം ചെയ്യുന്നതല്ലേ. സമ്മേഷൻ ജെ ഈസ് ഈക്വൽ ടു 1 to n സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു, നമ്മുടെ ഒരു ഡയഗണലിൽ ഒറ്റ എലമെൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ സമ്മേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് കോളം ഓഫ് എ ഫസ്റ്റ് റോ ഓഫ് എയും ഫസ്റ്റ് കോളം ഓഫ് ബിയൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം തമ്മിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ ആ ഒരൊറ്റ എലമെൻറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് ജനറലായിട്ട് എഴുതിയിരിക്കുക, ജെത്ത് ടേമായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സം ഓഫ് ഡയഗണൽ എൻട്രീസ്, അതാണല്ലോ ട്രേസ്, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനെ സം ചെയ്യണമല്ലോ. സമ്മേഷൻ ജെ ഈസ് ഈക്വൽ ടു 1 to n സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n എ ജെ കെ ബി കെ ജെ ഈക്വൽ ടു സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to. ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ജെ കെ ബി കെ ജെ എല്ലാം റിയൽ നമ്പേഴ്സാണ്. നമുക്കപ്പോൾ നമ്പേഴ്സാണ്. നമ്പേഴ്സിനെ നമ്മൾ തിരിച്ചെഴുതി. അപ്പോൾ ഈ സമ്മിനെയും തിരിച്ചെഴുതി. സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n സമ്മേഷൻ ജെ ഈസ് ഈക്വൽ ടു 1 to n ബി കെ ജെ എ ജെ കെ ഈക്വൽ ടു സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n കേത്ത് ടേം ഓൺ ദി ഡയഗണൽ ഓഫ് ബി എ. അപ്പം ബി എയുടെ കേത്ത് ടേം എന്ന് പറയുന്നത് സമ്മേഷൻ ജെ ഈസ് ഈക്വൽ ടു 1 to n ബി കെ ജെ എ ജെ കെ എന്ന് പറയുന്നത് നമ്മുടെ ബി എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കേത്ത് ടേമാണത്. അപ്പോൾ സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു 1 to n കേത്ത് ടേം ഓഫ് ദി ഡയഗണൽ ബി എ എന്ന് പറയുന്നത്, കെക്ക് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം ബി എയുടെ ഫസ്റ്റ് ടേം എ പ്ലസ്, കെക്ക് 2 കൊടുക്കുമ്പോൾ ബി എയുടെ സെക്കൻഡ് ടേം എ പ്ലസ് എക്സെട്ര പ്ലസ് കെക്ക് n കൊടുക്കുമ്പോൾ എന്ത് ടേം ഡയഗണലിലെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? ട്രേസ് ഓഫ് ബി എ ആണ് കിട്ടുന്നത്, ആസ് ടി സി ആയിട്ട്. അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രൂഫ്. ഓക്കെ, അടുത്തത് നൗ വി ക്യാൻ പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ദി ഡയഗണൽ എൻട്രീസ് ഓഫ് ദി മെട്രിക്സ് ഓഫ് ആൻ ഓപ്പറേറ്റർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ബേസിസ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ മെട്രിക്സ് ഈസ് കമ്പ്യൂട്ടഡ്. അപ്പോൾ അടുത്തത് നമ്മുടെ ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഏത് ബേസിസിലാണ് നമ്മൾ മെട്രിക്സ് എടുക്കുന്നത് എന്നതും ഇതും തമ്മിൽ ബന്ധമില്ല എന്നാണ് പറയുന്നത്. അടുത്ത കൊറോളറി 10.10. സപ്പോസ് ടി ബിലോങ്സ് ടു എൽ ഓഫ് ഇ, രണ്ട് ബേസ് ഉണ്ട്, യു ഐസും വി ജെസും ഉണ്ട്, ബേസസ് ഓഫ് വി ആണ്. ദെൻ ട്രേസ് ഓഫ് എം ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു യു ഐസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എം ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു വി എസ്. അപ്പോൾ ഇതാണ് റിസൾട്ട്. ഏത് ബേസിസിൽ നമ്മൾ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാലും ട്രേസ് യുണീക്കാണ്. പ്രൂഫ്: suppose u1 comma etc un and v1 comma etc bn are bases of v, let capital I is equal to m of I with respect to ui's and vj's. നമ്മൾ നേരത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇത് പറഞ്ഞതാണ്. എ ദെൻ ട്രേസ് ഓഫ് എം ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു യു ഐസ് ഇസ് ഈക്വൽ ടു, ഈ റിസൾട്ട് നമ്മൾ പഠിച്ചതാണ്, ഒരു പ്രൊപ്പോസിഷനകത്ത് പഠിച്ചതാണ്. ഈക്വൽ ടു ട്രേസ് ഓഫ്, അതായത് ട്രേസിന് ശേഷം എഴുതിയിരിക്കുന്ന അത് ഉണ്ടല്ലോ, അത് രണ്ട് ഈക്വൽ ആണ്. എം ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു യു ഐസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എം ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു വി ജെസ് ഇൻറ്റു എ എന്ന് നമ്മൾ പഠിച്ചതാണ്. രണ്ടിനും ട്രേസ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ട്രേസ് ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു എം ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു വി ജെസ് ഇൻറ്റു എ എന്ന് കിട്ടും. ഇനി
ട്രേസ് എ ബിയും ട്രേസ് ബി എ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എ ഇൻവേഴ്സും ഒരുമിച്ച് എഴുതാം. ട്രേസ് ഓഫ് എം ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു എൻ കൊമേഴ്സിൻ്റെ വി എൻ ഓഫ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു ട്രേസ് ഓഫ് എം ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു വി ജെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതായി. വേർ ദ ഫസ്റ്റ് ഇക്വാലിറ്റി ഫോളോസ് ഫ്രം 10.3 and the second equality follows from 10.9. The third equality completes the proof. The theorem below states that the trace of an operator equals the sum of the diagonal entries of the matrix of the operator. This theorem does not specify a basis because by the corollary above, the sum of the diagonal entries of the matrix of an operator is the sum of every choice of basis. അപ്പോൾ അടുത്ത തിയറം താഴെ പറയുന്ന തിയറം പറയുന്ന ഇതാണ്. ട്രേസ് ഓഫ് ആൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സം ഓഫ് ഡയഗണൽ എൻട്രീസ് ഓഫ് ദി മെട്രിക്സ് ഓഫ് ദി ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ട്രേസ് ഓഫ് ആൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സം ഓഫ് ഡയഗണൽ എൻട്രീസ് ഓഫ് ദി മെട്രിക്സ് ഓഫ് ദി ഓപ്പറേറ്റർ ആണ്. ദിസ് തിയറം ഡസ് നോട്ട് സ്പെസിഫൈ എ ബേസിസ് ബിക്കോസ് ബൈ ദ കൊറോളറി. അപ്പോൾ ഇതിനകത്തൊരു ബേസിനെ കുറിച്ച് പറയുന്നില്ല. തൊട്ട് മുമ്പുള്ള കൊറോളറി നമ്മൾ പഠിച്ചെന്താണ്, ബേസിസും ട്രേസും തമ്മിൽ ഒരു ബന്ധമില്ല. സം ഓഫ് ദി ഡയഗണൽ എൻട്രീസ് ഓഫ് ദി മെട്രിക്സ് ഓഫ് ആൻ ഓപ്പറേറ്റർ ഇസ് ദ സെയിം ഫോർ എവരി ചോയ്സ് ഓഫ് ബേസിസ് നമ്മൾ പഠിച്ചു. 10.11 തിയറം ഇഫ് ടി ബിലോങ്സ് ടു എൽ ഓഫ് ഇ ദെൻ ട്രേസ് ഓഫ് ടി സീറോ ട്രേസ് ഓഫ് എം ഓഫ് ടി. ഓക്കെ, പ്രൂഫ് ലെറ്റ് ടി ബിലോങ്സ് ടു എൽ ഓഫ് ഇ ആസ് നോട്ടഡ് എബോവ്. ട്രേസ് ഓഫ് എം ഓഫ് ടി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വിച്ച് ബേസിസ് ഓഫ് വി ചൂസ് ബൈ 10.10 നമ്മൾ പഠിച്ചതാണ്. Thus, to show that trace t is equal to trace m of t for every basis of v, we need only show that the equation above holds for some basis of v. അപ്പോൾ ഇത് എല്ലാ ബേസിനും ഇത് ട്രൂ ആണെന്ന് കാണിക്കണം എന്നില്ല. കാരണം ഏത് ബേസിസിലും ട്രേസ് സെയിം ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഏതെങ്കിലും ഒരു ബേസിന് ട്രൂ ആയാൽ മതി, എല്ലാത്തിനും ട്രൂ ആയിക്കോളും. വി ഓൾറെഡി ഡിഡ് ദിസ് ഓൺ പേജ് 218. ചൂസിങ് എ ബേസ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് എം ഓഫ് ടി ഈസ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഇഫ് വി ഈസ് എ കോംപ്ലക്സ് വെക്റ്റർ സ്പേസ് ഓൺ an appropriate block upper triangular matrix if is a real vector. അപ്പോൾ ഇത് നമ്മൾ പേജ് 218 നമ്മളിതിൻ്റെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഇവിടെ പ്രൂഫായിട്ട് എഴുതിയാൽ മതി. എന്നറിയോ, ഒരു ബേസ് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടുന്ന ഒരു ബേസിസ് ചൂസ് ചെയ്യുക. അതിനിത് ട്രൂ ആണല്ലോ. അപ്പം എല്ലാ ബേസിസിലും ട്രേസ് സെയിം ആണ്. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടുന്ന എടുത്തിട്ട് അതിന് ട്രൂ ആണെങ്കിൽ അപ്പോൾ എല്ലാത്തിനും ട്രൂ ആയിരിക്കും. അപ്പം റിയൽ വെക്റ്റർ സ്പേസിൻ്റെ കേസിൽ ബ്ലോക്ക് ഡയഗണലിൽ വരുന്ന ബേസിസ് വെച്ചിട്ടുള്ള ചൂസ് ചെയ്യുന്നു. അതിന് ഇത് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പേജ് 218 ആ കാര്യം ഇവിടെ എഴുതണം. ഇഫ് വി നോ ദ മെട്രിക്സ് ഓഫ് ആൻ ഓപ്പറേറ്റർ ഓൺ എ കോംപ്ലക്സ് വെക്റ്റർ സ്പേസ്, ദ തിയറം എബോവ് അലോസ് us to find the sum of all the eigenvalues without finding any of the eigenvalues. For example, consider the operator on C⁵ whose matrix is. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയോ, നമുക്ക് ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാതെ തന്നെ അതിൻ്റെ സം കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഓപ്പറേറ്റർ ഓൺ C⁵ മെട്രിക്സ് തന്നിട്ടുണ്ട്. നോ വൺ നോസ് ആൻ എക്സാക്ട് ഫോർമുല ഫോർ എനി ഓഫ് ദി ഐഗൻ വാല്യൂസ് ഓഫ് ദിസ് ഓപ്പറേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുന്ന കുറച്ച് ജോലിയുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് എൻ്റെ സം കണ്ടുപിടിക്കാം. However, we do know that the sum of the eigenvalues equals 0 because the sum of the diagonal entries of the matrix above equals 0. അപ്പോൾ eigenvaluesൻ്റെ സം 0 ആണ്. കാരണം ഈ ഡയഗണലിലുള്ള എലമെൻസിൻ്റെ സം 0 ആണ്. The theorem above also allows us easily to prove some useful properties about traces of operators by shifting to the language of traces of matrices where certain properties have already been proved or are obvious. We carry out this procedure in the next corollary. അപ്പോൾ അടുത്ത ഒരു theorem also allows to easily prove some useful properties about traces of operators by shifting to the language of traces of matrices where certain properties have already been proved or are obvious. ഇപ്പോൾ നമ്മുടെ തൊട്ടുമുമ്പ് പഠിച്ചത് ട്രേസസ് ഓപ്പറേറ്റർ വെച്ചിട്ടുള്ളതും മെട്രിക്സ് വെച്ചിട്ടുള്ളതും രണ്ടും സെയിം ആണെന്ന് പറഞ്ഞു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരെണ്ണമാണ്. അടുത്ത കൊറോളറി നമുക്ക് നോക്കാം. ഇഫ് എസ് ടി ബിലോങ്സ് ടു എൽ ഓഫ് ഇ ദെൻ ട്രേസ് ഓഫ് എസ് ടി 0 ട്രേസ് ഓഫ് ടി എസ് ആണ്. ആൻഡ് ട്രേസ് ഓഫ് എസ് പ്ലസ് ടി 0 ട്രേസ് ഓഫ് എസ് പ്ലസ് ട്രേസ് ഓഫ് ടി. അഡിറ്റീവ് ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് ട്രേസിൻ്റെ. സപ്പോസ് എസ് ടി ബിലോങ്സ് ടു എൽ ഓഫ് ഇ ചൂസ് എനി ബേസിസ് ഓഫ് വി
any basis, then trace of st is equal to trace of m of st എന്ന് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. ഈക്വൽ ടു ട്രേസ് ഓഫ് എം ഓഫ് എസ് ടി എന്ന് പറഞ്ഞാൽ എം ഓഫ് എസ് ഇൻറ്റു എം ഓഫ് ടി ആണ്. ഈക്വൽ ടു ട്രേസ് ഓഫ് എം ഓഫ് ടി ഇൻറ്റു എം ഓഫ് എസ് എന്ന് എഴുതാം. കാരണം ട്രേസ് ഓഫ് എ ബി സി ടു ട്രേസ് ഓഫ് ബി ആണല്ലോ. ഈക്വൽ ടു ട്രേസ് ഓഫ് എം ഓഫ് ടി എസ് ഈക്വൽ ടു ട്രേസ് ഓഫ് ടി എസ്. Where the first and last equalities come from 10.1 and the middle equality comes from 10.9. This completes the proof of the first assertion in the corollary. Prove the second assertion. Note that trace of s plus t എന്ന് പറഞ്ഞാൽ trace of m of s plus t അത് ഒട്ടും പൊടിച്ച ഇത് വെച്ചിട്ട് ഈക്വൽ ടു ട്രേസ് ഓഫ് എം ഓഫ് എസ് പ്ലസ് എം ഓഫ് ടി. അടുത്ത പ്ലസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എം ഓഫ് എസ് എ പ്ലസ് ട്രേസ് ഓഫ് എം ഓഫ് ടി. ട്രേസ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു ട്രേസ് എ പ്ലസ് ട്രേസ് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു ട്രേസ് ഓഫ് എം ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ട്രേസ് ഓഫ് എസ് ആണ് പ്ലസ് ട്രേസ് ഓഫ് എം ഓഫ് ടി എന്ന് പറഞ്ഞാൽ ട്രേസ് ഓഫ് ടി ആണ്. Where again the first and last equalities come from 10.11, the third equality is obvious from the definition of the trace of a matrix. This completes the proof of the second assertion. Okay. The techniques we have developed have the following curious corollary. The generalization of this result to infinite dimensional vector spaces has important consequence in quantum theory. 10.13 corollary നോക്കാം. There do not exist operators st belongs to L of E such that st minus ts is equal to I. അതാണ് ഈ കൊറോളറി പറയുന്നത്. സപ്പോസ് എസും ടിയും എൽ ഓഫ് ഇയിലുണ്ട്. ദെൻ ട്രേസ് ഓഫ് എസ് ടി എന്ന് പറഞ്ഞ ട്രേസ് ഓഫ് എസ് ടി മൈനസ് ട്രേസ് ഓഫ് ടി എസ് ആണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ട്രേസ് എ പ്ലസ് ബി സിക്കലോ ട്രേസ് എ പ്ലസ് ട്രേസ് ബി വെച്ചിട്ടാണിത്. ഈക്വൽ ടു നമുക്ക് ട്രേസ് ഓഫ് എസ് ടിയും ട്രേസ് ഓഫ് ടി എസും സെയിം ആണ്. അതുകൊണ്ട് ഡിഫറൻസ് 0 ആണ്. അപ്പം ട്രേസ് ഓഫ് എസ് ടി മൈനസ് ട്രേസ് ഓഫ് ടി എസ് 0 ആണ്. പക്ഷേ എസ് ടി മൈനസ് ടി എസ് ഈക്വൽ ടു ഐ ആയ സ്ഥിതിക്ക് ഐയുടെ ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഒരു n ബൈ n മെട്രിക്സ് ആണെങ്കിൽ n ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇവിടെ 0 കിട്ടി. Where the second equality comes from 10.12, clearly the trace of I equals dimension v which is not 0. Because st minus ts and I have different traces, we cannot be equal. അപ്പോൾ രണ്ടിനും ഡിഫറെൻറ്റ് ട്രേസസ് വന്നിരിക്കുന്നതുകൊണ്ട് രണ്ടും സെയിം ആവത്തില്ല.